കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ ഓണോത്സവം 2024 4-ാം ദിവസത്തെ മതസൗഹാർദ്ദ സമ്മേളനം ബഹുമാനപ്പെട്ട ഫാദർ കോശി ജോർജ് വരിഞ്ഞവിള ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മത സാഹോദര്യ സമ്മേളനവും അധ്യാപകർക്കുള്ള ആദരവുമാണല്ലോ. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനായ റൂബൽ സിംഗിനെ കുറിച്ചുമൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരുപാട് നന്മയുടെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. ആ നന്മയുടെ അനുഭവം ഈ ദേശത്ത് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിൻ്റെ അനുഭവം പകർന്നു കൊടുത്ത ഈ ഗുരുക്കളാണ് ഈ സമൂഹത്തിലെ ദൈവങ്ങളെന്ന് പറയുന്നത്. അവർക്കെല്ലാ നന്മകളും ഞാൻ നേരുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള സ്വാഗതം ആശംസിച്ചു. ഇവിടുത്തെ പരിപാടി ഇന്ന് 4-ാം ദിവസത്തെ പരിപാടിയാണ്. ഓരോ ദിവസവും നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുക്കളെ ആദരിക്കാവുന്ന ഒരു മഹത്തരമായ ചടങ്ങ് കൂടി ഇവിടെ നിർവഹിക്കുന്നുണ്ട്. അത് നമ്മളെ സമുദ്രതീരത്തെ സംബന്ധിച്ച് ഒരു മഹത്തായ ഒരനുഭവമാണ്, ഒരു മഹത്തായ കാര്യമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. പൊതുപ്രവർത്തകൻ RM ഷിബു അധ്യക്ഷത വഹിച്ചു. നമ്മളേവർക്കും സുപരിചിതമായിട്ടുള്ള വാക്കാണ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കുമാണ്. സെക്കുലറിസത്തെ സംബന്ധിച്ച് ഇന്ന് ആണ് ഏറ്റവും കൂടുതൽ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികൾ കൂടി പരിശോധിക്കപ്പെടുമ്പോൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. മതങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൂടി ആണ് ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ഓർക്കപ്പെടേണ്ടതായിട്ടുള്ളത്. ആ നിലയിൽ ഇത്തരത്തിലുള്ള മതേതര സംഗമത്തിൽ ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി വിളിച്ച ഈ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ ശ്രീ റൂബൽ സിംഗ്, അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വയോജന കേന്ദ്രവുമായി ബന്ധപ്പെട്ടതൊരു മതേതര സംഗമം നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതിനുപരി ഇവിടെ മതമോ ജാതിയോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും സ്നേഹത്തിൽ കഴിയുന്ന ഒരിടം, അങ്ങനെയുള്ളൊരു കുടുംബം ആണ് കുടുംബം എന്ന് പറയുന്നതാണ്, ഇമ്പമേറുന്നതാണ് കുടുംബം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. ആ നിലയിലേക്ക് ഉള്ളൊരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ സമുദ്രതീരം. ബഹുമാനപ്പെട്ട ചീഫ് ഇമാം നടക്കൽ ഉസ്താദ് ഹാഫിദ് അൽ ജാമ്യ, യജ്ഞാചാര്യൻ മണികണ്ഠൻ പള്ളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ മതസൗഹാർദ്ദ സന്ദേശം അറിയിച്ചു. സ്വന്തം വയറുകൾ മുറുക്കി കെട്ടിയിട്ട് മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസവും അതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത പ്രായത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും അവഗണിച്ച് ആ അവഗണിക്കപ്പെട്ട ജനങ്ങളെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച് അവർക്കാവശ്യമായ എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തണലും തലോടലും കിട്ടേണ്ടുന്ന സമയത്ത് അവർക്കത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേദനയിലേക്ക്, വിഷമത്തിലേക്ക് തള്ളിവിട്ട ഈ സാഹചര്യത്തിൽ അവർക്ക് അഭയം കൊടുത്തവർ നല്ല മനസ്സുള്ളവരാണ്. ആശയങ്ങളും ആദർശങ്ങളും നോക്കാതെ ഇതുപോലുള്ള സൽക്രമങ്ങളിൽ ഇടപെടാനും അതിനുവേണ്ടി നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുക അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിച്ച ഒരേ ഒരു നാട് ഭാരതമാണ്, ഒരേ ഒരു സംസ്ഥാനം. മതേതരത്വത്തിൻ്റെ എന്താ സാഗര ഭൂമി അത് കേരളമാണ്. അതുകൊണ്ട് ഇവിടെ ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിലുണ്ടാവും. മതവിശ്വാസങ്ങളെ മാനുഷിക മൂല്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാതെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ നന്മയുടെ ഉത്തമാംശങ്ങളെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഈ നാടിന് അനിവാര്യം. അതിന് വിവിധ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ സമുദ്ര എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൂടപ്പിറപ്പ് ശ്രീ റൂബൽ സിംഗ് അവറുകൾ, സർവീസിൽ നിന്ന് വിരമിച്ച ജയചന്ദ്ര ബാബുജി, ഇന്ദിരാദേവിജി, ശ്യാമളകുമാരി,
എ അബ്ദുൽ ഹക്കീം, വൃന്ദ ജേവി, ജി ശശിധരക്കുറുപ്പ്, പ്രൊഫസർ GP സുരേഷ് ബാബു, D അബ്രഹാം, N വിജയൻ, CS ഉഷാകുമാരി, ശോഭന തുടങ്ങിയ അധ്യാപകരെ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ബഹുമാന്യ ഉസ്താദ് ഹാഷിമൽ ജാമിയ, മണികണ്ഠൻ പള്ളിക്കൽ തുടങ്ങിയവരെ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ബഹുമാനപ്പെട്ട ഫാദർ കോശി ജോർജ്, ഉസ്താദ് ഹാഷിമൽ ജാമിയും വേദിക് ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറി OLS ബാബുവും ചേർന്ന് ചെയർമാൻ റുവൽ സിംഗിനെ ചടങ്ങിൽ ആദരിച്ചു. നടക്കൽ ജമാഅത്ത് സെക്രട്ടറി ഫസലുദ്ദീൻ ആശംസകൾ അറിയിച്ചു. ഇത് 4 വർഷമായി ബഹുമാനപ്പെട്ട റുവൽ സിംഗ് എൻ്റെ കൂടപ്പുറപ്പാണ്. ഞങ്ങളെ സഹോദരങ്ങളെ പോലെ സഹകരിച്ച് കഴിയുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ സ്വവസതിയാണ് ഇത്. ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇത് വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ചു ഒരുപാട് നല്ല ആധുനിക സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് ആരാലും സംരക്ഷിക്കാനില്ലാതെ വരുന്ന ഈ അച്ഛനമ്മമാരെ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ മുന്നോട്ട് വന്ന ബഹുമാനപ്പെട്ട റുവൽ സിംഗിന് അങ്ങേയറ്റം എൻ്റെ സ്നേഹാദരവുകൾ അറിയിക്കുകയാണ്. ശശിധരൻ പിള്ള, ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ ആദരവ് ലഭിച്ച അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് രജീഷാറിന്റെ നന്ദി പ്രകാശനത്തോടെ യോഗം അവസാനിച്ചു.